വെൽക്കം ബാക്ക്. എലമെന്റൽ മാസ്റ്റർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനെ കുറിച്ച് നോക്കുന്നുണ്ടായിരുന്നു. സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആവട്ടെ, എക്സ്ചേഞ്ചസ് ആവട്ടെ, അത് കഴിഞ്ഞ് നമ്മൾ ലിസ്റ്റഡ് കമ്പനീസിനെ കുറിച്ച് നോക്കി. അങ്ങനെ കാര്യങ്ങളായിട്ട് നമ്മൾ നോക്കി. ഏറ്റവും അവസാനം നമ്മൾ മാർക്കറ്റ് മേക്കേഴ്സ് നോക്കി. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് മേക്കേഴ്സിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ കുറെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചു. വേറെ ഒന്നുമില്ല, നമ്മൾ ഇപ്പോൾ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങളും, അതായത് ഇൻസ്റ്റിറ്റ്യൂഷനും മാർക്കറ്റ് മേക്കറും ഈക്വൽ ആണ്. പക്ഷേ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു ഡിഫറൻസ് ഉണ്ട്. മാർക്കറ്റ് മേക്കേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കുറെ പൈസ ഉണ്ടാവും മാർക്കറ്റ് മേക്കേഴ്സിനെക്കാളും. അതായത് അവരുടെ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഉണ്ടാവും, അവർ ഇൻവെസ്റ്റ് ചെയ്യും. അതായത് വലിയ മൂവ്മെന്റ് ഒക്കെ, ഇപ്പൊ ഒരു ദിവസം എന്താ പറയുക, ഒരു കമ്പനിക്ക് നല്ലൊരു ന്യൂസ് വന്നു, അല്ലെങ്കിൽ കമ്പനി പെട്ടെന്ന് എന്താ പറയുക ചിലപ്പോൾ 100-ൽ നിന്ന് 110-ലേക്ക് വന്നു. അങ്ങനെയുള്ള വലിയ മൂവ്മെന്റ് ഒക്കെ മാർക്കറ്റിൽ കൊണ്ടുവരുന്നത് ആരാണ്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ നമുക്ക് രണ്ട് തരമുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ പറയുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നും, അതേപോലെ തന്നെ ഫോറിൻ പുറത്തുനിന്ന് നമുക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ നമ്മൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നുമാണ്. അപ്പോൾ ഇത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണിയുള്ള മാർക്കറ്റ് മേക്കേഴ്സ്, അവരുടെ പ്രോസസ്സും അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് എല്ലാം സെയിം തന്നെയാണ്. അതായത് മാർക്കറ്റ് മേക്കേഴ്സ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ്. പക്ഷെ എന്താ പറയുക, ഇത്രയും കൂടെ ഇൻക്രീസിങ് സ്കെയിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ രണ്ട് തരത്തിലുണ്ട്, FIIയും അതേപോലെ തന്നെ DIIയും. ഇത്ര മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമ്മൾ വേറൊരു പാർട്ടിസിപ്പൻസിനെ നോക്കാൻ പോകുന്നത് എന്താണ്? റീറ്റെയിൽ ട്രേഡേഴ്സിനെ കുറിച്ചാണ്. റീറ്റെയിൽ ട്രേഡേഴ്സ് എന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം പൈസ കൊണ്ട് ട്രേഡ് ചെയ്യുന്ന വ്യക്തികളെയാണ് റീറ്റെയിൽ ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. നമ്മളെ പോലെയുള്ള സാധാരണക്കാര്, അതായത് നമ്മൾ പണിയെടുത്ത് പൈസ ഉണ്ടാക്കി അത് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെയാണ് നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ട് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനെ കുറിച്ച് പഠിച്ചു. അത്രേ ഉള്ളൂ. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ റീറ്റെയിൽ ട്രേഡേഴ്സ് ആരൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. ടേക്ക് കെയർ, ബൈ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.